നമ്മൾ പ്രതീക്ഷിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാലേ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ ശിക്ഷാവിധി വരുന്ന ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് സുധാകരന്റെയും സജിതയുടെയും മക്കൾ ആവശ്യപ്പെടുന്നത്. സച്ചിൻ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് തത്സമയം ചേർന്നുകൊണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ് സച്ചിൻ. കേരള മനസാക്ഷി തന്നെ ഞെട്ടിച്ച ഒരു സംഭവം. ഏക പ്രതിയാണ് ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ ഈ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് തന്നെ കിട്ടേണ്ടതുണ്ടെന്നാണ് സുധാകരന്റെ 2 കുട്ടികളും ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ശിക്ഷാവിധി എപ്പോഴേക്കുണ്ടാകും? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമരയുടെ വിധി പ്രസ്താവിക്കുക. ജഡ്ജി കെന്നത്ത് ജോർജാണ് ചെന്താമരയ്ക്ക് വധശിക്ഷയാണോ അതോ മറ്റ് ജീവപര്യന്തമടക്കമുള്ള ശിക്ഷയാണോ എന്ന കാര്യത്തിലെല്ലാം ഉള്ള വിധി പ്രസ്താവിക്കുക. 2025 ജനുവരി 27 രാവിലെയാണ് ചെന്താമര ഇരട്ട കൊലപാതകം നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മിയെയും മകൻ സുധാകരനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പട്ടാപ്പകലായിരുന്നു ഈ കൊലപാതകം എന്നത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ചെന്താമരയുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം സജിതയും കുടുംബവുമാണ് എന്ന ഒരു സംശയത്തെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ 3 പേരെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. കൂടാതെ തന്നെ 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ തന്നെ കോടതി നടപടികളെല്ലാം തന്നെ ആരംഭിക്കും. 2019 സജിത വധക്കേസിലെ വിധി പറഞ്ഞ ജഡ്ജി തന്നെയാണ് ഇന്ന് ചെന്താമരയുടെ ഇരട്ട കൊലപാതക കേസിലും വിധി പറയുക. രാവിലെ 11 മണിയോടുകൂടെ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി നോക്കുന്നത് തൂക്കുകയർ ചെന്താമരയ്ക്ക് ലഭിക്കുമോ എന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സുധാകരൻ്റെയും സജിതയുടെയും മക്കളും ആവശ്യപ്പെട്ടത്. കാരണം തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അച്ഛൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, അത്തരത്തിൽ ഒരു കുടുംബം അനാഥമാക്കപ്പെട്ടു. 2 പെൺകുട്ടികൾ മാത്രമാണ് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലും മാധ്യമങ്ങളോട് പറഞ്ഞത് ചെന്താമരയ്ക്ക് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയർ തന്നെ കിട്ടണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ നാട്ടുകാരും പറയുന്നത്. അത് തന്നെ കേരള മനസാക്ഷിയും മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ചെന്താമരയ്ക്ക് തൂക്കുകയർ ലഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുള്ളത്.